ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളം. നമ്മളിന്ന് ഫാക്ടർ കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് തന്നെ ഫാക്ടർ എന്താണെന്ന് നോക്കാം. ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസർ തന്നെയാണ്. നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുത്തിട്ട് വൈ അതിൻ്റെ ഫാക്ടർ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എക്സിനെ വൈ കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നമുക്കൊരു നമ്പർ എടുത്ത് നോക്കാം. 12 എന്ന് പറഞ്ഞ നമ്പർ എടുത്ത് നോക്കി നോക്കാം. 12 എന്ന് പറഞ്ഞ നമ്പറിനെ 3 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ചെയ്യാൻ പറ്റും, 6 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 3, 4, 6 എല്ലാം 12ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കുന്നത്. 12ൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതാൻ പറയുകയാണെങ്കിൽ 1, 2, 3, 4, 6, 12. ഈ 6 നമ്പേഴ്സാണ് 12ൻ്റെ ഫാക്ടേഴ്സ്. 12ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാം. അപ്പോൾ ഈ 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 6 നമ്പേഴ്സിന് പ്രത്യേകത ഉണ്ട്. ഈ 6 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിളാണ് 12. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് നമ്പർ എടുത്തിട്ട് എക്സിൻ്റെ ഫാക്ടറാണ് വൈ എന്ന് പറയുന്നുണ്ടെങ്കിൽ വൈയുടെ മൾട്ടിപ്പിളാണ് എക്സ് എന്ന് നമുക്ക് തിരിച്ചും പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ നമുക്ക് ഫാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് നമ്പർ എടുത്താലും 1 എല്ലാ നമ്പറിൻ്റെയും ഫാക്ടർ ആയിരിക്കും. പിന്നെ ഏത് നമ്പർ എടുത്താലും ആ നമ്പറും അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാം. മിനിമം 2 ഫാക്ടേഴ്സ് ഏതൊരു നമ്പറിനും ഉണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ മൾട്ടിപ്പിൾസ് ഉണ്ടാവും ഒരു നമ്പറിന്. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക്സ് ആയിട്ട് പറയുന്നത്. നമുക്കിനി ഫാക്ടേഴ്സിൻ്റെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം, ടോട്ടൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ്, എത്ര ഫാക്ടേഴ്സിലെല്ലാം എഴുതി കഴിഞ്ഞാൽ അതിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ് പ്രൈം ഫാക്ടറുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓൾ ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സിൻ്റെ എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് ചോദിക്കാം. എല്ലാ ഫാക്ടേഴ്സുകളുടെയും സം, അല്ലെങ്കിൽ ഈവൻ ഫാക്ടേഴ്സിൻ്റെ മാത്രം സം എത്രയാണ്, ഓഡ് ഫാക്ടേഴ്സിൻ്റെ മാത്രം സം എത്രയാണ്, അങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസാണ് വരാൻ ചാൻസസ് ഉള്ളത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആവറേജ് ഓഫ് ഫാക്ടേഴ്സ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ജസ്റ്റ് ആവറേജ് ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സം ഓഫ് ഓൾ ഫാക്ടേഴ്സിനെ നമ്പർ ഓഫ് ഓൾ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 49ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 49ൻ്റെ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ നിരത്തി എഴുതി. 7, 1 ഉണ്ട്, 7 ഉണ്ട്, 49. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം ഇതിൽ നോക്കുകയാണെങ്കിൽ 3 കിട്ടും. അല്ലെങ്കിൽ പ്രൈം ഫാക്ടറുകളുടെ എണ്ണം മാത്രം നോക്കുകയാണെങ്കിൽ 49ൻ്റെ ഫാക്ടേഴ്സിൽ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ, 7. അപ്പോൾ ഒരു പ്രൈം ഫാക്ടറാണ് ഉള്ളത്. സമ്മ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇത് 49 എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ സാധിച്ചു. വലിയ നമ്പറുകൾ വരുമ്പോൾ എങ്ങനെ വേഗത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഫാക്ടറൈസേഷൻ ചെയ്യാൻ ഏത് യൂസ് ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുക. നമുക്കറിയാം 2, 3, 5 ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. ചെറിയ പ്രൈം നമ്പർ യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് 2 കൊണ്ട് ചെയ്യാൻ നോക്കുക, അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്തു പോകുന്നതിനാണ് ലാസ്റ്റ് ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഒരു പ്രൈം നമ്പർ വരെ എത്തിക്കുക. അപ്പോൾ നമ്മൾ 96നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് 3 വരെ എത്തിച്ചു. അവിടെ എത്തിച്ചിട്ടാണ് നമ്മൾ നിർത്തുക. എന്നുവെച്ചാൽ പ്രൈം നമ്പർ വരെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നിർത്താം പ്രൈം ഫാക്ടറൈസേഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 96ൻ്റെ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 96നെ നമ്മൾ ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ 96നെ ആദ്യം തന്നെ 2 കൊണ്ട് ചെയ്തു. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടറൈസേഷൻ എന്താണെന്ന് നോക്കി. ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസർ തന്നെയാണ്. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യാമെന്ന് യൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ 96നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടി. അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 24 കിട്ടി. വീണ്ടും 24നെ 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 12 കിട്ടി. 12നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 6 കിട്ടി. 6നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പ്രൈം നമ്പറിൽ എത്തി. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. അപ്പോൾ 96നെ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 വട്ടം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2⁵5 എന്ന് എഴുതി. 3 ഒരു വട്ടമുള്ളൂ. അപ്പോൾ 3⁵1 എന്ന് എഴുതി. അപ്പോൾ 96ന് നമുക്ക് പ്രൈം ഫാക്ടറുകളുടെ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ 2⁵5 × 3⁵1 ഇവിടെ വരെയാണ് നമുക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൈം നമ്പറുകളുടെയും പവർ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 2ൻ്റെ പവർ 5 ആണ്. 5 എടുത്തു. 3യുടെ പവർ 1 അത് നമ്മളെടുത്തു. 5ഉം 1ഉം എടുത്ത് ആഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് പ്രൈം ഫാക്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട്. എന്നോട് പറയാം, നമ്മൾ ആദ്യം തന്നെ 96 എടുത്തു, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. റിപ്പീറ്റ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് അതിൻ്റെ പവറായിട്ട് എഴുതി. അത് കഴിഞ്ഞ് ആ പ്രൈം നമ്പേഴ്സിൻ്റെ പവറുകൾ തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പറുകളുടെ, അതായത് പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം, 96ൻ്റെ പ്രൈം ഫാക്ടറുകളുടെ എണ്ണമാണ് 6. നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞു 96 ഇനി വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. 540ൻ്റെയൊക്കെ എല്ലാ ഫാക്ടേഴ്സും എടുത്ത് എഴുതി കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ട്രിക്ക് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ നോക്കാം. മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ 540ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ 2 കൊണ്ട് ചെയ്തു. സാധാരണ കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ തന്നെ 2 കൊണ്ട് ചെയ്തു. 270 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 135. 135ന് വീണ്ടും നമുക്ക് 2 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലായി. 135നെ 2 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 135നെ 2 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. നമ്മൾ അടുത്ത അതിനേക്കാളും വലിയ നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റും. നോക്കി 3 എടുത്താൽ നമുക്ക് ചെയ്യാം. 135നെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാം 3. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 135നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 15. 15ന് വീണ്ടും 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 540നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഏത് 540നെ 2⁵2 × 3⁵3 × 5⁵1 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ പവേഴ്സ് ഡയറക്റ്റ് എടുത്ത് ആഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ആൻസർ കിട്ടാൻ. 2 + 3 + 1 6 ആൻസർ കിട്ടി. അടുത്ത കണക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഇത്ര നേരം ഇതുവരെ ചെയ്തത് ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ പ്രൈം ഫാക്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ അത് പ്രൈം ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു നമ്പർ തന്നെ കുറച്ച് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിളായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻ്റെ പ്രൈം ഫാക്ടറുകളുടെ എണ്ണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എക്സ്പ്രഷനിൽ എല്ലാതും പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാം. നമുക്ക് ആദ്യം അത് ചെക്ക് ചെയ്യാം. 2 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. പക്ഷേ 21ഉം 10ഉം പ്രൈം നമ്പർ അല്ല. അപ്പോൾ 21ഉം 10ഉം പ്രൈം നമ്പർ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കണ്ടുപിടിക്കാം? പ്രൈം ഫാക്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നമ്മൾ 2⁵5 5⁵6 അത് രണ്ടും നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. നെക്സ്റ്റ് 21 നമുക്ക് പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. 21 നമുക്ക് 2 പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 3 × 7 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 21⁴ എന്ന് പറയുന്നത് 3 × 7 ⁴ എന്ന് എഴുതാം. 10ന് നമുക്ക് 2 പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റും. 2 × 5 2ഉം 5ഉം പ്രൈം നമ്പറാണ്. 2 × 5 10 ആണ്. അപ്പോൾ 10ന് പകരം നമുക്ക് 2 × 5
എഴുതാം. 10⁻10 പകരം 2 × 5 ഹോൾ റേസ്റ്റ് 10 എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഇതങ്ങനെ തന്നെ എടുത്ത് എഴുതി. അടുത്ത് ചെയ്യാൻ പോകുന്നത് 3 × 7 ഹോൾ റേസ്റ്റ് 4 എന്ന് പറയുന്നത് 3⁻4 × 7⁻4. നമുക്ക് അറിയാം m × n ഹോൾ റേസ്റ്റ് a എന്ന് പറയുന്നത് m⁻a × n⁻a ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ എഴുതാം. ഏത് 3 × 7 ഹോൾ റേസ്റ്റ് 4 എന്ന് പറയുന്നത് 3⁻4 × 7⁻4 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ 2 × 5 ഹോൾ റേസ്റ്റ് 10 എന്ന് പറയുന്നത് 2⁻10 × 5⁻10 എന്ന് എഴുതാം. അതങ്ങനെ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ 2ൻ്റെ പവേഴ്സ് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. 2⁻5 2⁻10 രണ്ടും ചേർത്ത് 2⁻15 ആക്കാം. അതുപോലെ 5⁻6 5⁻10 കൂടി ചേർത്ത് 5⁻16 എഴുതാം. ബാക്കി രണ്ടും അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എല്ലാ പ്രൈം നമ്പറിൻ്റെയും പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. എന്ത് കണ്ടുപിടിക്കാം? പ്രൈം ഫാക്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നമ്മളാദ്യം 15 + 16 + 4 + 4 39 ആൻസർ കിട്ടി. അടുത്ത എങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും ഇത്രയധികം സ്റ്റെപ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മെത്തേഡ് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഈ സ്റ്റെപ്സിലേക്ക് എത്താൻ പറ്റും. അധികം അങ്ങോട്ട് ചെയ്തു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത വേറൊരു കണക്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്രഷനിൽ പ്രൈം നമ്പേഴ്സ് ഉണ്ടോ നോക്കാം. ഇതിലുള്ള എല്ലാതും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പ്രൈം നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്കിവിടെ 6 തന്നിട്ടുണ്ട്. 6ന് നമുക്ക് എത്ര പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. 2 പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് 6നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ആ 2 പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 × 3. 2 × 3 6 ആണ്. അപ്പോൾ 2 3 അങ്ങനെ 2 പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും 6നെ. അതുകൊണ്ട് നമുക്ക് 2 വട്ടമായിരിക്കും 4 എന്ന് പറഞ്ഞ പവർ ആഡ് ചെയ്യേണ്ടി വരിക. നമ്മൾ 2 × 4 എഴുതി. അടുത്തത് നോക്കാം. 8ന് നമുക്ക് എത്ര പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? 2 × 2 × 2 ആണ് 8. അപ്പോൾ 3 പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് 8നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 10നെ 8ൻ്റെ പവറായ 10നെ 3 വട്ടം ആഡ് ചെയ്യേണ്ടി വരും. കാരണം 2 × 2 × 2 ഹോൾ റേസ്റ്റ് 10 എന്നാണ് വരിക. അതുകൊണ്ട് നമുക്ക് 8ൻ്റെ പവറായ 10നെ 3 വട്ടം ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് ചെയ്യുന്നത്. 3 × 10 പ്ലസ് അടുത്തത് 10നെ എത്ര പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. 5 × 2 ആണ് 10. 2 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ 2 × 12 12 പറഞ്ഞത് 10ൻ്റെ പവറാണ് 12. 12 2 വട്ടം എഴുതി കൂട്ടേണ്ടതുകൊണ്ട് നമുക്ക് 2 × 12 എന്ന് പറഞ്ഞിട്ട് എഴുതി. അടുത്തത് 12നെ റെപ്രസെൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 4 × 3 12 ആണ്. പക്ഷേ 4 പ്രൈം നമ്പർ അല്ല. അപ്പോൾ 4ന് വീണ്ടും നമുക്ക് 2 കൊണ്ട് നോക്കണം. 2 × 2 × 3 2 × 2 × 3 ആണ് 12. അതുകൊണ്ട് 3 പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് 12നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 12ൻ്റെ പവറിൻ്റെ 16ൻ്റെ ഒപ്പം 3 മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതാം. അതുപോലെ 30 നോക്കുമ്പോൾ 30ന് നമുക്ക് 5 × 3 15 × 2 30. അപ്പം ഇങ്ങനെ 3 പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതാൻ പറ്റുക. സോ 3 × 3 കിട്ടി. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയത്. ഇതെല്ലാം കൂടി ചെയ്താൽ മാത്രം മതി. 2 × 4 8 3 × 10 30 24 48 9 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 119 ആൻസർ കിട്ടും. അപ്പോൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ പ്രൈം നമ്പറുകളുടെ എണ്ണം ആണ് കണ്ടുപിടിക്കാൻ. നമുക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നത് മാത്രം.
ഇതുപോലെ തന്നെ 30 നമുക്ക് നേരത്തെ പറഞ്ഞു 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ 30ൻ്റെ പവറിൻ്റെ ഒപ്പം 3 മൾട്ടിപ്പിൾ ചെയ്യുക. അതുപോലെ 25 നമുക്ക് 2 പ്രൈം നമ്പേഴ്സിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് 2 × 51. 12 അതുപോലെ 3 പ്രൈം നമ്പേഴ്സിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് 3 × 23. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 249 കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പ്രൈം നമ്പർ ഫാക്ടറൈസ് വരുന്നതിൻ്റെ എണ്ണം. നമുക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സിൽ എത്ര നമ്പേഴ്സ് പ്രൈം നമ്പർ ഉണ്ടാവും അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ചെയ്തത്. പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇതുവരെ ചെയ്തത്. അടുത്തത് ടോട്ടൽ ഫാക്ടേഴ്സ്. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന് ഉള്ള എല്ലാ ഫാക്ടറുകളും, അതിൽ ചിലപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടാവും, ഈവൺ ഫാക്ടേഴ്സ് ഉണ്ടാവും, ഓഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സുകളുടെയും എണ്ണം കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നാണ് നോക്കാം. നമുക്കിപ്പോൾ 8ൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ബേസിക് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8ൻ്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതി അതെല്ലാം കൂടി അതിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 8ൻ്റെ ടോട്ടൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കിട്ടി. അതുപോലെ നമുക്ക് വേറെ നമ്പർ 48 ആണെങ്കിൽ 48ൻ്റെ എല്ലാ ഫാക്ടേഴ്സും കൂടി എഴുതി അതിൻ്റെ എല്ലാ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 10 കിട്ടും. അത് അതിൻ്റെ ടോട്ടൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം. ഇതിപ്പോൾ ചെറിയ നമ്പറുകളായ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ എടുത്ത് എഴുതാൻ പറ്റി. വലിയ നമ്പർ വരുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും എടുത്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്കത് അങ്ങനെ മുമ്പ് പഠിച്ച പ്രൈം ഫാക്ടറൈസേഷൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ ഈ ഓരോന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. ഓഡ് ഫാക്ടേഴ്സ്, ഈവൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അതിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ തറവായ ആൾക്കാർക്ക് ഇനി ബാക്കിയെല്ലാം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് 8 തന്നിട്ടുണ്ട്. 8ന് നമുക്ക് ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 കിട്ടി, 4ന് വേണ്ടി ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പോൾ നമുക്ക് 8നെ 2 × 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 2 × 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 8നെ റെപ്രസെൻറ്റ് ചെയ്തു. 8നെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പവറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യാണ് വേണ്ടത്. ഏതിന്? നമ്പർ ഓഫ് ഓൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, എല്ലാ ഫാക്ടറുകളുടെയും എണ്ണം കണ്ടുപിടിക്കാൻ, ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പ്രൈം നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. നമുക്ക് 4 കിട്ടി. നമ്മളിവിടെ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് 4. നെക്സ്റ്റ് നോക്കാം. നമ്മൾ 48ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം. 48ന് ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 48നെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 2⁴ × 3⁴1. അപ്പോൾ ഓരോ പവറിൻ്റെ കൂടി 1 ആഡ് ചെയ്യാം. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. 3യുടെ പവർ 1 ആണ്, അതിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്തു. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 10 ആൻസർ കിട്ടും. പറഞ്ഞ പോലെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫാക്ടറുകളുടെ എണ്ണം നിരത്തി എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 540നെ ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. നമ്മൾ 540നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2² + 3³ + 5⁻1. എല്ലാ പവറിൻ്റെ കൂടി 1 ആഡ് ചെയ്യാം. 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 3, 3യുടെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 4, 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 2. അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 ആൻസർ കിട്ടും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഫാക്ടറുകളുടെ എണ്ണം 24 ആണ്. 540ൻ്റെ എന്ന് പറഞ്ഞ സംഖ്യയുടെ ഫാക്ടറുകളുടെ എണ്ണം 24 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു നമ്പർ ചെയ്ത് നോക്കാം. 1728. ഇത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1728ന് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 864, വീണ്ടും ചെയ്യാൻ 2 കൊണ്ട് തന്നെ പോവും, 432 കിട്ടും. വീണ്ടും 2 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും 216. വീണ്ടും ചെയ്യുമ്പോൾ 108. അങ്ങനെ ചെയ്ത് നമുക്ക് 54 കിട്ടും. 54ന് വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 27 കിട്ടും. 27ന് വീണ്ടും 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്ത സംഖ്യ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 27ന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9ന് വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1728നെ ഇതുപോലെ 2⁶ × 3
ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. മുമ്പ് പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 6ൻ്റെ കൂടെ 1 എഴുതുമ്പോൾ 7, 3യുടെ കൂടെ 1 എഴുതുന്നത് 4. അത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രം മതി. 28 ആൻസർ കിട്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈം ഫാക്ടറുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ ഫാക്ടറുകളുടെ എണ്ണം, ഒരു നമ്പറിൻ്റെ എല്ലാ ഫാക്ടറുകളുടെയും എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബേസിൽ ചോദിക്കാവുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് ഈവൺ ഫാക്ടറുകളുടെ എണ്ണം, ഓഡ് ഫാക്ടറുകളുടെ എണ്ണം, ഇതിൻ്റെയൊക്കെ സമ്മ്, ഈവൺ ഫാക്ടേഴ്സിൻ്റെ സമ്മ്, ഓഡ് ഫാക്ടേഴ്സിൻ്റെ സമ്മ്, അതിൻ്റെ ആവറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.